ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഷോർട്ട് റീഡിംഗ് ആണ് ഇടുന്നത്. നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവരും ഡിഫറെൻ്റ് എനർജിയാണ്, ഒരു എനർജി ഒന്നും അല്ല. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാച്ചു കഴിഞ്ഞാൽ വിട്ടുകളയാം. റീഡിങ്ങിലേക്ക് പോവാണ്. ഇന്ന് ഓറക്കിൾ ഡെക്കും ശേഷം ടാരോ കാർഡും അങ്ങനെയാണ് നമ്മൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇന്ന് കുറച്ച് റീഡിങ്സ് ഉണ്ട്, അപ്പോൾ തിരക്കുള്ളൊരു ദിവസമാണ്. നമ്മൾ 2 ദിവസമായിട്ട് റീഡിംഗ് എടുത്തിട്ടില്ല. അതും തിരക്കുള്ളത് കൊണ്ട് തന്നെയാണ്. റീഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. സമയം പരിമിതി കാരണമാണ് റീഡിംഗ് എടുക്കാഞ്ഞത്. നമ്മൾ ഓരോ കാർഡിൻ്റെയും മീനിങ്ങിലേക്ക് പോവാണ്. ഇന്ന് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് സ്റ്റഡി സപ്പോർട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് സ്റ്റഡി സപ്പോർട്ട് പറയുന്നത് നോക്കാം. ഇവിടെ കാർഡ് എടുത്ത് കാണിച്ചു തരാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് എഫേർട്ട്. ഇവിടെ നിങ്ങളോട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പറയുന്നു. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ, പാതി വഴിയിൽ നിർത്തിയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ എഡ്യൂക്കേഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സംയുക്തമായ പരിശ്രമത്തിലൂടെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ കെട്ടിപ്പടുക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതായിരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് നല്ലൊരു കരിയർ, നല്ലൊരു ജീവിതം വേണമെങ്കിൽ എന്ത് വേണം? പാതി വഴിയിൽ നിർത്തിയിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇവിടെ നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പൂർത്തീകരിക്കാനാണ് പറയുന്നത്. പൂർത്തീകരിക്കാതെ പോയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം, ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ലല്ലോ. അപ്പോൾ പൂർത്തീകരിക്കാത്ത ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളോട് ശ്രമിക്കാൻ പറയുന്നു. പരിശ്രമത്തിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ എന്തിനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പരിശ്രമിക്കാൻ പറയുന്നത്, പഠിക്കാൻ പറയുന്നത്, അറിവ് നേടാൻ പറയുന്നത്? നമുക്ക് നോക്കാം, ടാരോ കാർഡിലൂടെ നോക്കാം. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് ഏതെന്നറിയോ? ഏതാണ്? 7 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. എന്താണ്? അവരുടെ ലൈഫിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം മാത്രമായിരുന്നു. അവരുടെ ലൈഫിൽ 7 കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. അവർക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ യൂണിവേഴ്സ് ഒരു ഓപ്ഷനായിട്ട് കരുതുന്നില്ല. അവർക്ക് നിങ്ങളൊരു ഓപ്ഷൻ ആയിരുന്നിരിക്കാം, എന്നാൽ പ്രപഞ്ചശക്തിക്ക് നിങ്ങൾ ഓപ്ഷൻ ആയിരുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുന്നേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിക്കായിട്ട് വിനിയോഗിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ ഭാവിക്കായിട്ട് ഉപയോഗപ്പെടുത്താൻ പറയുകയാണ്. നെക്സ്റ്റ് ഓറക്കിൾ ഡെക്ക് എന്താന്ന് നോക്കാം. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എന്താണ്? വൈൻഡിങ് റോഡ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഹാവിങ് എ ലോങ് വേ ടു ഗോ ഓർ ടേക്കിംഗ് മെനി ഡിറ്റോഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ കാർഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേനാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പോകാനുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇനിയും സഞ്ചരിക്കാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലായിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ചെറിയ രീതിയിൽ വഴിമാറി സഞ്ചരിക്കുന്നുണ്ട്, ദിശ തെറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ
നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കാതെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർണമായതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വഴിമാറി സഞ്ചരിക്കാതെ യൂണിവേഴ്സിലേക്ക് തിരിച്ചു വരുവാൻ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ പോസിറ്റീവായിട്ട് ഒരുപാട് തിങ്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ എപ്പോഴൊക്കെയോ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നു. എന്നാൽ യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് തിരിച്ചു വരൂ. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി അഫർമേഷൻസ് ചെയ്യൂ. അപ്പോൾ നിങ്ങളിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സൈക്കിളുണ്ട്. അവരുടെ ലൈഫിൽ ഒരു സൈക്കിളുണ്ട്. ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് റിമൂവ് ആയിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ബന്ധം പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നു. റീബർത്ത് ആണ് കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം ഒരു എൻഡ് സംഭവിച്ചു, ഒരു മരണം സംഭവിച്ചു, ഇനി ഇത് പുതുതായി തുടങ്ങുന്നില്ല. എവിടെ തുടങ്ങാൻ? കുറേ കാലമായിട്ട് നോ കോണ്ടാക്റ്റിലാണ്, സെപ്പറേഷനിലാണ് അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ന്യൂ ബിലീവ്സ് ആണ് പറയുന്നത്, പുതിയ വിശ്വാസങ്ങൾ. കാരണം നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരിൽ വളരെയേറെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തിയിൽ അവർ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ന്യൂ ഫൗണ്ട് അവയർനെസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു പ്രോസസ്സ് സംഭവിച്ചു കഴിഞ്ഞു, ഒരു മാറ്റം അവരിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് യൂണിവേഴ്സ് റീബർത്ത് കാർഡിലൂടെ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. ഇവിടെ പ്രൊട്ടക്ഷൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ. കാർഡ് കാണുന്നില്ലേ? ഇവിടെ എന്താ പറയുന്നത്? ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ആസ് വെൽ ആസ് ദ റിലേഷൻഷിപ്പ്. എന്താണ് ഈ കാർഡ് പറയുന്നതെന്നറിയോ? ഈ ബന്ധത്തിനൊപ്പം തന്നെ നിങ്ങളെയും പരിപാലിക്കാൻ, നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായൊരു നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് പറയുന്നത്, സെൽഫ് കെയർ ആണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്, ഉറക്കം മുളച്ചിരുന്നിട്ടുണ്ട്, അവരെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ മാത്രം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കണം അല്ലേ? നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ ലൈഫ് എല്ലാം അവസാനിച്ചെന്ന് നിങ്ങൾ കരുതിയ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാർഡിൽ പറയുന്നത് സ്റ്റഡി സപ്പോർട്ട് എന്നാണ്, വിൻഡിങ് റോഡ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യൂ, സെൽഫ് ലവ് ചെയ്യൂ, സെൽഫ് കെയർ ചെയ്യൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് 7 ഓഫ് സോർട്സ് കാർഡാണ്. ക്യുക്കായിട്ടും സൈലൻ്റ് ആയിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നത്, ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ നിങ്ങളാണ് അവരെ ചേസ് ചെയ്ത് പോയിട്ടുള്ളത് പാസ്റ്റിൽ. ഇന്ന് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ബ്ലോക്ക് ചെയ്തു പോയവർ ഇപ്പോൾ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. സോഷ്യൽ മീഡിയയിൽ പറയുന്നേ, നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ആയിട്ട് അന്വേഷിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ അന്വേഷിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്ന് പോകില്ല, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. അവരാണ് ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് എക്സ്പെക്റ്റേഷൻ ആണ്. കാർഡ് കാണുന്നുണ്ടോ? ഹാവിങ് വെരി ഹൈ ഐഡിയൽസ് ഓർ അൺറീസണബിൾ റിക്വയർമെൻറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? വളരെ ഉയർന്ന ആദർശങ്ങളോടെ അല്ലേ? യുക്തിരഹിതമായിട്ടുള്ള ആവശ്യമാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ അതിൽ
നിങ്ങൾക്ക് സാധ്യമായത് കാണണം. ഇവിടെ പല റീഡിങ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, അഫർമേഷൻ ചെയ്യുക. 3 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫുൾ മൂൺ അഫർമേഷനൊക്കെ ആയിട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹം ചോദിക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടേ? കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ചോദിക്കുക. ഓരോന്നായിട്ട് യൂണിവേഴ്സ് നടത്തി തരും. അതിനുശേഷം നമ്മളുടെ ആഗ്രഹത്തിൻ്റെ അളവ് കൂട്ടി പോവാം. പെട്ടെന്ന് തന്നെ നിങ്ങൾ എനിക്ക് വലിയൊരു കാര്യം സാധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് പെട്ടെന്ന് സാധിപ്പിച്ചു തരില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളിൽ മാറ്റം വരാനുണ്ട്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി നിങ്ങളെന്ന വ്യക്തിയെ ആദ്യം സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക, പോസിറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം? മെഡിറ്റേഷനിലൂടെ അട്രാക്റ്റ് ചെയ്യാം. അങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ തലങ്ങളെ നിങ്ങൾ ഉയർത്തണം. നിങ്ങൾ ആത്മീയമായ പാതയിലൂടെ വരണം. ആ ഒരു വിശ്വാസം വരണം. അല്ലാതെ വെറുതെ റീഡിങ്സ് കണ്ടിട്ട് കുറേ പേരൊക്കെ നിങ്ങൾ ഡ്രീം കാണുന്നുണ്ട്, സ്വപ്നം കണ്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യേണ്ടത് കൂടി ചെയ്യണ്ടേ അല്ലേ? പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കണം. പ്രപഞ്ചശക്തി നമുക്കെല്ലാം സാധിപ്പിച്ചു തരും എന്നുള്ള പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഫാൻറ്റസീസ് മാത്രം പോരാ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കൂടെ വേണമെന്ന് പറയുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ആൽക്കമിയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. യൂണിവേഴ്സ് അവരിൽ എനർജി ബ്ലെൻഡ് ചെയ്യുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പാസ്റ്റിൽ നിങ്ങളെ മനസ്സിലാക്കാതെ നിന്നിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇന്ന് എനർജി പൂർവാധികം ശക്തിയോടെ എടുക്കുകയാണ്. ഇവിടെ ഒരു ഏഞ്ചൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവരിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വളരെയേറെ മിസ് ചെയ്തിട്ടുണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയേറെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എനർജി സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നു. അങ്ങനെ ആവുമ്പോൾ എന്താണ് നിങ്ങളിൽ സംഭവിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡ് കിട്ടിയിട്ടുള്ളത് പവർ പ്ലേ എന്നാണ്. എന്താണ്? വാണ്ടിങ് ടു ഡോമിനേറ്റ് ഓർ കൺട്രോൾ ദി റിലേഷൻഷിപ്പ്. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇൻഫ്ലുവൻസ് എന്നാണ്, ഇൻസെക്യൂരിറ്റി എന്നാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ്, ഈ ബന്ധത്തിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് അമിതമായിട്ട് സ്നേഹം അവരോട് വരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അവരെ വളരെയേറെ മിസ് ചെയ്തിട്ടുണ്ട്. അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് തേടി പോകരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇവർ മാറ്റം വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ബന്ധത്തിൽ അവർക്ക് നിങ്ങളെ വേണമെന്ന് യൂണിവേഴ്സ് അവരിലൂടെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ പേഴ്സണ് ഒരു തോന്നൽ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 of Wands കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങളെ 8 of Wands കാർഡിലൂടെ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിനായിട്ട് തന്നെയാണ്. ഇവിടെ കണ്ടോ, ഒരു വാട്ടർഫോൾസ് ആണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ആണ്. കാണുന്നുണ്ടോ? ഇവിടെ ഒരു ലൈറ്റാണ് കാണിക്കുന്നത്, ഒരു പ്രകാശം. അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് ഇനി സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഫ്യൂച്ചറാണ്. എന്താണ് ഫ്യൂച്ചർ കാർഡ്? ഫൈൻഡിങ് എ ലോങ് ടേം ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന് പറയുന്നു. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും. അവർ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫ്യൂച്ചർ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പ്രപഞ്ചശക്തി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് പ്രപഞ്ചശക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വളരെ അടുത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ദീർഘകാലവും യോജിപ്പുള്ളതുമായ ഒരു ബന്ധം
കണ്ടെത്തുക എന്നാണ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കട്ടെ, യോജിപ്പോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാനും പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. എന്താണ് കാർഡ് പറയുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ സ്വപ്നങ്ങളെ, അവരിലെ പവർഫുൾ വിഷനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിലൂടെ അവർ ഇപ്പോൾ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? ഇവിടെ സത്യം വെളിപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജിയുമായി യോജിക്കാൻ പോകുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ അഫർമേഷൻ ചെയ്യൂ. പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നിങ്ങൾ യൂണിവേഴ്സിനെ കാണൂ. ഇവിടെ പ്രപഞ്ചശക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ബെറ്റർ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ പാതി വഴിയിൽ നിർത്തിയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളോട് തുടരാൻ പറയുന്നു, തുടങ്ങാൻ പറയുന്നു. നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നു. നിങ്ങൾക്ക് ഈ ജീവിതയാത്രയിൽ ഒത്തിരി ദൂരം സഞ്ചരിക്കണമെന്നാണ് കാർഡ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം. ആ ഒരു എഫേർട്ടിനെ ഇവിടെ കാർഡ് പറയുന്നു കുറച്ചും കൂടി ഒന്ന് സഞ്ചരിക്കുക, ശരിയായ ദിശ കണ്ടെത്തി സഞ്ചരിക്കുക. പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രപഞ്ചശക്തിയുണ്ട്. അതാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. ആദ്യം നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. അങ്ങനെ സെൽഫ് ലവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിക്കുന്നത്. പിന്നെ പറയുന്നത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷനാണ്. ഇവിടെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ പവർ പ്ലേ എന്ന് പറയുന്നത് നിങ്ങളോട് ആധിപത്യം സ്ഥാപിക്കാനല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, നിങ്ങളുടെ ശരികളെ ഫോളോ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മളായിരുന്നാൽ മാത്രം മതി, നമ്മുടെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഇവിടെ നമ്മളവരെ തേടി പോവേണ്ട. ഓക്കെ, നമ്മളവരെ തേടി പോവേണ്ട, അവർ നമ്മളെ തേടി വരും. അതാണ് ഇവിടെ 8 of Wands കാർഡ് പറയുന്നത്. നിങ്ങളിൽ നിന്നും ക്യുക്കായിട്ടും സൈലൻ്റ് ആയിട്ടും പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ പിന്നീട് മാറ്റം സംഭവിച്ചുകൊണ്ട്, റീബർത്ത് സംഭവിച്ചുകൊണ്ട് നിങ്ങളെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ടാണ് അവർ എനർജി എടുക്കുന്നത്. ആ എനർജി എന്ന് പറയുന്നത് ഇവിടെ 8 of Wands കാർഡ് അവരെടുക്കാൻ പോകുന്ന ആക്ഷനെയാണ് പറയുന്നത്. പിന്നെ ഫ്യൂച്ചർ കാർഡ് എന്താ പറയുന്നത്? ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായിട്ടുള്ള യോജിപ്പിനെയാണ് കാണിക്കുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യോജിപ്പിനെയാണ് കാണിക്കുന്നത്. ഈ ബന്ധം എന്ന് പറയുന്നത് എവിടെയും എന്തായി പോവില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് നിങ്ങളുടെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അതെന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് കാർഡിലൂടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പവർഫുൾ വിഷനെയാണ്, അവരുടെ സ്വപ്നങ്ങളെയാണ്. ഇവിടെ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ അവർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അത്രമാത്രം ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയില്ല അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവരിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊടുക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇന്ന് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ റീഡിംഗ് ഒരു ഷോർട്ട് റീഡിംഗ് ആണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.